ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന എവിടെയാണെന്ന് അറിയാമല്ലോ, ഇത് ഷാർജയിൽ തന്നെയാണ്. ബിഗ് ഷെഫ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുത്തെ സദ്യ വളരെ സ്പെഷ്യലാണ്. കാര്യം സൺഡേസ് മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ 365 ദിവസവും ഞായറാഴ്ച ഇവിടെ വന്നാൽ സദ്യ കഴിക്കാം. അപ്പോൾ കേരള സദ്യ കഴിക്കാനായിട്ട് ഓണക്കാലം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഓണം വിഷുവിനൊക്കെ അല്ലേ സാധാരണ നമ്മൾ സദ്യ കഴിക്കാം. എനിക്കെന്തായാലും ഇവിടെ വന്നിട്ട് ദുബായിൽ എത്തിയിട്ട് ഷാർജയിൽ വന്ന് സദ്യ കഴിക്കാനുള്ള ഭാഗ്യമുണ്ട്. ഇതിനോടൊപ്പം നമ്മൾ ഇവിടെ തയ്യാറാക്കിയ 1-2 നോൺ വെജ് ഐറ്റവും കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് കാണാം. ഓക്കെ, എന്നിട്ട് അത് എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ അറിയണ്ടേ. ഓക്കെ, അടുത്ത സ്പെഷ്യൽസ് കാണാൻ പോവാണ്. എങ്ങനെയാണ് ഷെഫ് ഇതങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ, ഹലോ ഷെഫ്. ദിസ് ഇസ് തായ് പ്രോൺസ്. ഇത് സ്റ്റാർട്ടേഴ്സാണ് തായ് പ്രോൺസ്. ഇത് പ്രോൺസ് എത്രയുണ്ട് ക്വാണ്ടിറ്റി? ഹൗ മച്ച്? 8 8 വലിയ പ്രോൺസാണ്. പിന്നെ ഇത് റോസ്മേരി ഡ്രൈഡ് ഹെർബാണ്. പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ട്. പിന്നെ ഇത് കോക്കനട്ട് മിൽക്ക് പൗഡർ. ഓക്കെ, കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക്. തായ് എന്ന് പറയുമ്പോൾ കുറച്ച് കോക്കനട്ട് മിൽക്ക് എല്ലാം വരുമല്ലോ, കുഴപ്പമില്ല, അത് സംഭവമാണ്. കോക്കനട്ട് മിൽക്ക് പൗഡർ ഏകദേശം 1.5 കപ്പ് വരുമോ? ഓക്കെ, അതിലേക്ക് റോസ്മേരി ഏകദേശം ഒരു 2 ടീസ്പൂൺ, ചില്ലി ഫ്ലേക്സും അതുപോലെ ഒരു 1.5 ടീസ്പൂൺ. ഇച്ചിരി വെള്ളം. ലൂക്കോം ഓർ നോർമൽ വാട്ടർ? നോർമൽ വാട്ടർ. ഓക്കെ, സാധാരണ വെള്ളം. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. പെപ്പർ പൗഡർ ഒരു ടീസ്പൂണോളം, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർക്കും. കുറച്ച് ഗാർലിക് ചോപ്ഡ്, ഫൈനലി ചോപ്ഡ് 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു മിക്സിങ്. ഞാൻ പ്രോൺസിനെ അതിനകത്തേക്ക് എടുക്കും. 8 പ്രോൺസ് ഉണ്ട് കേട്ടോ. നല്ലതായിട്ട് ഡീവെയിൻ ചെയ്ത് നല്ല ക്ലീൻഡ്. അതിൻ്റെ ഹെഡിൻ്റെ പോർഷൻ ഇങ്ങനെ അകത്തെ പാർട്ടെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ ഒരു ഭംഗിക്ക് വെച്ചിരിക്കുന്നതാണ്. യെസ്, പെട്ടെന്നാവും എന്നാണ് പറയുന്നത്. വെച്ചേക്കേണ്ട ആവശ്യമില്ല. സെറ്റപ്പ് ഉടനെ തന്നെ ചെയ്തു തുടങ്ങും. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു പാനിലാണ് ഉണ്ടാക്കുന്നത്. അത് നോക്കിക്കോളൂ. പ്രോൺസിനെ എടുത്തിട്ട് അതിങ്ങനെ പിളർന്നതാണ് കേട്ടോ. അങ്ങനെ ഫ്ലാറ്റ് ആക്കാൻ പറ്റും. ഇങ്ങനെ നടുക്കിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഓരോ പ്രോൺസിനെയും വെച്ചിരിക്കുന്നത്. അടുപ്പ് കത്തിച്ചിട്ടില്ല, ഇതെല്ലാം ഫിക്സ്. ചെറിയ ഫ്ലെയിം ഇട്ടിരിക്കുന്നു. ഓക്കെ, ചെറുതായിട്ട് കത്തിച്ചിട്ടുള്ളൂ. വളരെ ലോ ഫ്ലെയിമിലാണ് എല്ലാം ഫിക്സ് ചെയ്തു. എല്ലാം ഇങ്ങനെ നിരത്തി വയ്ക്കുന്നു. അതിങ്ങനെ ഫ്ലാറ്റായിട്ടാണ് ഓരോന്നിനിങ്ങനെ നടുക്ക് വെച്ചിട്ടിങ്ങനെ ആക്കിയിട്ടുണ്ട്. ബട്ടർഫ്ലൈ, യെസ്, ബട്ടർഫ്ലൈ സ്റ്റൈലിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കമിഴ്ത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് ആ ബേസിനിലിരുന്ന് അതിൻ്റെ ആ ഗ്രേവിയുടെ മസാല, കോക്കനട്ട് മിക്സില്ലേ, അതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ. ഇനി ഇത് ഫ്ലെയിം കൂട്ടി കൊടുക്കുന്നു കുറച്ചെറുതായിട്ട്. ഭയങ്കര ഹൈ ഫ്ലെയിം കുക്കിംഗ് അല്ല ഇത് ഇപ്പോൾ. പിന്നെ പ്രോൺസ് ആയതുകൊണ്ട് പെട്ടെന്ന് വേകുന്നൊരു കാര്യമാണ്. അതേ ഓവർ കുക്ക് ആകാനും പാടില്ല. അത് ഭയങ്കര റബ്ബറിഷായി പോകും. ഇപ്പോഴത്തേക്കും തിള വന്നു തുടങ്ങി. അപ്പോൾ റോസ്മേരിയുടെയും കോക്കനട്ടിൻ്റെയും കൂടി ഒരു ഫ്ലേവറാണ് വരുന്നത്. അതിനകത്തൊരു എരിവിൻ്റെ കുഷ്യൻ്റെന്ന് പറഞ്ഞാൽ ആ ഒരു ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടി. ഇതൊരു നല്ല റെസിപ്പി. അങ്ങനെ അധികം ആരും കണ്ടിട്ടില്ലാത്തൊരു നല്ലൊരു ഫൈൻ റെസിപ്പിയാണ്. ഇപ്പോഴത്തെ കുറച്ച് ഡ്രൈ ആയി വരുന്നു. നോക്കി അതിൻ്റെ ആ ഒരു എന്താ പറയുക, മസാല ഗ്രേവി ടൈറ്റായി തുടങ്ങി. അതായത് ഇപ്പോൾ തേങ്ങാപ്പൊടി എന്ന് പറയുമ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡർ ഈസ് ലൈക്ക്, ഇത് വറ്റിക്കഴിഞ്ഞാൽ എണ്ണയാണ്. അപ്പോൾ ഒരു ഓയിലി ആയിട്ട് വരുമല്ലോ. നമ്മുടെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് തന്നെ വരും. നമ്മുടെ കോക്കനട്ട് ഫ്ലേവറാണ്. ഇനി ഇത് തിരിച്ചിടും അല്ലേ? ഓക്കെ, 5 മിനിറ്റ്സ്. ഓക്കെ, അപ്പോഴത്തേക്കും റെഡിയാവും. യെസ്, ഇറ്റ്സ് ഒരു സോട്ടേ സ്റ്റൈലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഇത്ര തന്നെ ധാരാളമാണ് പ്രോൺസിന്. നല്ല മണം, നല്ല ഫ്ലേവർ. കഴിയും, പരിപാടി കഴിയും അല്ലേ? ഇറ്റ്സ് ഓവർ. ഇത്രയേ ഉള്ളൂ. എത്ര സമയം എടുത്തു? ദിസ് ഈസ് ലെറ്റ്യൂസ്. ഓക്കെ, ഇനി പ്ലേറ്റിംഗ് ആണ്. ലെറ്റ്യൂസ് ലീവ്സ്, ഇത് റൊമാനിയൻ ലെറ്റ്യൂസ് എന്ന് പറഞ്ഞു. അതിൻ്റെ പീസസിൻ്റെ മേളിലായിട്ടാണ് ഈ ഒരു പ്രോൺസ്, തായ് പ്രോൺസ് സെർവ് ചെയ്യുന്നത്. വാവ്, എല്ലാം കൂടി ഒരു 10 മിനിറ്റ് പോലും എടുത്തിട്ടില്ല കേട്ടോ. വെരി നൈസ്. ഇതാ കുറച്ച് ലെമൺ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് മേളിൽ വെച്ച്. ഇപ്പോൾ അതിമനോഹരമായ ഒരു
ബ്യൂട്ടിഫുൾ പ്ലേറ്റിംഗ്, സിമ്പിൾ ബട്ട് വെരി നൈസ്. അടിപൊളി. താങ്ക് യു. നോക്കിക്കോളൂ. അപ്പോൾ എത്ര സിമ്പിളായിട്ട് നമുക്ക് എത്ര എക്സോട്ടിക് ആയിട്ട് വിഭവങ്ങൾ ഉണ്ടാക്കാമെന്നുണ്ടല്ലേ. എത്ര ചെറിയ ഒരു ഇതാണ്. അതാണ് കുക്കിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ. വളരെ ക്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട്, പക്ഷേ നല്ല ടേസ്റ്റായിട്ട്. ആ മണം കിട്ടുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി നമുക്ക് കാണാം. യെസ്, ദാറ്റ് ഈസ് ഫിഷ് തവ. അത് ഇവിടുത്തെ സിഗ്നേച്ചറാണ്. മറ്റൊരു പ്രധാനമായിട്ടാണ് ഈ ബിഗ് ഷെഫിലെ. ഇത് ഫിഷ് തവ ഉണ്ടാക്കാൻ പോവാണ് ഷെഫ്. അതായത് ഇത് സീബ്രിം എന്ന് പറഞ്ഞാൽ കൂരാളി മീനാണ്. ഇതിവിടെ അറബ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ സീബ്രിം. ഇതിനെ തല ഒരു മീനാണ് കേട്ടോ, രണ്ടായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ സ്ലൈസ് ചെയ്ത പോലെയാണ്, അങ്ങനത്തെ കട്ടിങ്ങാണ് ഫ്രൈ. ഇത് മസാല, ഇത് കുറച്ച് ടൈം എടുത്ത് അവർ ചെയ്യുന്നതാണ്. കോമൺ ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കി വെക്കും. ഇതിൽ എന്തൊക്കെയാണ് വരുന്നത്? പക്ഷേ മുളക്, കാശ്മീരി ചില്ലി വേവിച്ചതാണ് അല്ലേ, വേവിച്ചിട്ട് അരയ്ക്കുന്നതാണ്. അതായത് ഒന്നിച്ചിട്ടല്ലേ വേവിക്കുന്നത്. അങ്ങനെ അതിൻ്റെ കൂടെ പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, സാൾട്ട്, ജിഞ്ചർ ഗാർലിക് ഇല്ല, പേസ്റ്റ് ഉണ്ട്, കറിവേപ്പില, ഉള്ളി. ഏത് ചെറിയ ഉള്ളിയാണ്? അത് സവാള. ഓക്കെ, അത് പച്ചക്കാണോ അടിക്കുന്നത് അതോ അത് സോട്ടറാണോ? അല്ല, ഓക്കെ. മസാല അടിക്കും അല്ലേ അത് വെച്ചിട്ട്. ഓക്കെ, അതെല്ലാം കൂടി ഉള്ളൊരു മിക്സാണ്. അതിന് ഇതിൽ പുരട്ടും. ഗാർലിക്ക് പേസ്റ്റാണോ അതോ ചോപ്ഡാണോ? പേസ്റ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ തുടങ്ങാൻ പോകും. ഓക്കെ, ഇനി തവ ഫ്രൈ. ഇതേ നോക്കിക്കോളൂ. ഇത് നമ്മളുടെ വീടുകളിലൊക്കെ ഉള്ള പോലത്തെ നോൺ സ്റ്റിക്ക് തവയാണ്. തവ മീൻസ് നമ്മുടെ ഒരു ഫ്രൈങ് പാൻ. ഇത് ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്. തവ ഫ്രൈ എന്ന് പറയുമ്പോൾ കുറച്ച് എണ്ണയിൽ വറുത്തെടുക്കുന്ന രീതി ഉണ്ടല്ലോ, ഒരു ചെറിയൊരു ഗ്രില്ലിങ് ഒരു പ്രോസസ്സ് പോലെ. കുറച്ച് എണ്ണ ഒഴിക്കുന്നു. ഇതൊക്കെ ഒരു ഇന്ത്യൻ, നമ്മുടെ ഒരു കേരള സ്റ്റൈലിൽ തന്നെയാണ് ചെയ്യുന്നത്. തനി നാട്. ഇത് വെളിച്ചെണ്ണ. കുറച്ച് വെണ്ണ മാത്രമേ ചേർക്കുന്നുള്ളൂ, കണ്ടല്ലോ. ഷെഫിൻ്റെ ഒരു സ്പീഡാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഡൂയിങ് എ ഗുഡ് ജോബ്. ഒരു രക്ഷയില്ലാതെ നല്ല രീതിയിൽ ഭയങ്കര കുക്കിംഗ് പാഷൻ ഉള്ള ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാവും. അതിങ്ങനെ ആ ഒരു ഡെഡിക്കേഷൻ നമുക്ക് കാണാം. ഉണ്ടാക്കണതിൽ ഒരു ജോബ് പോലെയല്ല പുള്ളി ചെയ്യുന്നത്, ഭയങ്കര ഇൻവോൾവ്മെൻറ്റ് അല്ലേ. പുള്ളിക്ക് അതൊരു പാഷൻ പോലെയാണ് തോന്നുന്നു കുക്കിംഗ്. യെസ്, 23 വയസ്സേ ഉള്ളൂ. അത് തന്നെ. എത്ര നാളായി ഈ ഒരു ഫീൽഡിലേക്ക് പുള്ളി ഇറങ്ങിയിട്ട്? 15 ഇയേഴ്സ് ഓൺവേർഡ്സ്. ആണോ? 15 വയസ്സ് തൊട്ട് കുക്ക് ചെയ്യുന്നുണ്ടോ? ഇഷ്ടമാണല്ലേ കുക്കിങ്, ഭയങ്കര ഇഷ്ടം. അപ്പോൾ 23 വയസ്സുള്ളൊരു ആളാണ് നമ്മുടെ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫ്. അപ്പോൾ മനസ്സിലായല്ലോ ക്വാളിറ്റി. തേങ്ങയുടെ സ്ലൈസസ് ഉണ്ടാക്കുന്നു, അതിനിടയ്ക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് തിൻ സ്ലൈസ്. എന്നിട്ട് അതും അതിനകത്തേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ ടിപ്പിക്കൽ ഒരു കേരള സ്റ്റൈലിലെ ഒരു തവ ഫിഷ്. ഇതിപ്പോൾ ഒരു എന്താ പറയുക, ഇൻഡസ്ട്രിയൽ, അതായത് ഒരു വലിയൊരു കമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് വലിയ ഫ്ലെയിം അങ്ങനെയൊക്കെ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ ഫ്ലെയിം ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഈ അടുപ്പൊക്കെ ഭയങ്കര തീയാണ് അല്ലെങ്കിൽ, അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇടത്തരം ചൂടിൽ ചെയ്യാം. അതെ, വൺ സൈഡ് കളറായി വന്നു, അത് തിരിച്ചിടുക. പെട്ടെന്ന് തന്നെ ആകും. ഫിഷൊക്കെ എത്ര സമയം വേണം വേകാൻ? വെരി സിമ്പിൾ. ഇനി ആ സൈഡും കൂടി ആ മസാലയൊക്കെ മൂത്ത് ഒരല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും. വളരെ കുറച്ച്. ലാസ്റ്റ് ആയി കഴിഞ്ഞു. അതെ, സെക്കൻഡ്സ് ആണ് കേട്ടോ, ഇതൊക്കെ പെട്ടെന്നാകുന്ന കാര്യമാണ്. വാവ്. ഇനി പ്ലേറ്റിംഗ് ടൈം. ടൊമാറ്റോ ആണ് എൻ്റെ മെയിൻ അലങ്കാരം. ടൊമാറ്റോ ആണ് മെയിൻ അലങ്കാരം. നടുക്കൊരു വാഴയിലുണ്ട്. ഒരു നാടൻ ഐറ്റം ആയതുകൊണ്ട് തന്നെ, പക്ഷേ ഭയങ്കര രസമായിട്ടാണ് ചെയ്യുന്നത്. ഇതും 1 പോർഷനായിട്ട് കൊടുക്കുന്നത് അല്ലേ. ഒരു മീനാണ്, ഒരു പോർഷനാണ്. അത് ഒരു ഫാമിലിക്ക് ഫുള്ള് ഇത് മതിയാവും. യെസ്, ഇനി 2 നാരങ്ങയുടെ റൗണ്ട്സ് വരുന്നുണ്ട്. യെസ്, ഫൈൻ. മനോഹരമായ മറ്റൊരു പ്ലേറ്റിംഗ് ഒരു വിഭവം കണ്ടു കഴിഞ്ഞാൽ ഇത് ഭംഗിയായിട്ടാണ് ചെയ്താൽ നോക്കുക. എനിക്ക് ഭയങ്കര അപ്രിസിയേഷൻ കണ്ട് തോന്നുന്നത്. 23 ഇയേഴ്സ് ഉള്ള ഒരാളാണ് ഇതിങ്ങനെ ഓടി
25 നോ ഓക്കെ. ഇപ്പോൾ 25 25 വയസ്സല്ലല്ലോ, അവരെന്ത് ഭംഗിയായിട്ടാണ് ഇത് ചെയ്യണേ. ബ്യൂട്ടിഫുൾ വർക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്. വെൽ ഡൺ. അടിപൊളി. ഇനി ഇതിനെ കാണുമ്പോൾ അറിയാലോ സ്വാദം എന്താണെന്ന്. ഇനി കഴിച്ചിട്ട് ബാക്കി കാര്യം. യെസ്, നൈസ്. ഇത് 2 റെഡി. ഇതെല്ലാം സ്റ്റാർട്ടേഴ്സാണ്. ഇറ്റ് ഈസ് ആപ്പിറ്റൈസേഴ്സ്. ഓക്കെ, സ്റ്റാർട്ട് റൈറ്റ്. അപ്പോൾ ഇനി നമ്മൾ കഴിക്കാൻ പോകുന്നു. അങ്ങനെ അതിഗംഭീരമായൊരു ഭക്ഷണത്തിൻ്റെ ഫ്രണ്ട് നിൽക്കുകയാണ്. സദ്യ മാത്രമല്ല, അതേ നോക്കിക്കോളൂ. സദ്യ ഇന്ന് സൺഡേ ആയതുകൊണ്ട് സദ്യ സ്പെഷ്യൽ. പിന്നെ നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടുണ്ട്, മണവാട്ടി ചിക്കൻ. അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞില്ലല്ലോ, ഇപ്പം ഞാൻ പറയാം. പിന്നെ അതുപോലെ ചട്ടിയിലുള്ള മീൻ മാങ്ങാക്കറി, അഗെയിൻ അതും നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ആൻഡ് ഇപ്പോൾ ഉണ്ടാക്കിയ 2 കാര്യങ്ങൾ, ദാറ്റ് ഈസ് ഇത് തായ് പ്രോൺസ് ആൻഡ് തവ ഫിഷ്. ഇത് ഇവിടുത്തെ ബിഗ് ഷെഫിൻ്റെ സ്പെഷ്യലായിട്ടുള്ള അവരുടെ സിഗ്നേച്ചർ സലാഡാണ്. ചിക്കനും എല്ലാം വരുന്നുണ്ട് അതിനകത്ത്. ഫ്രൂട്ട്സ്, ചിക്കൻ, പൊട്ടറ്റോ, ഭയങ്കര ഭംഗിയായിട്ട് ഇഷ്ടം പോലെ കാര്യം. ഇനി സദ്യയിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ. ഇത് നോക്കിയേ, നമ്മുടെ വറുത്ത മുളക്, ഉപ്പ് തൊട്ട് തുടങ്ങണം. പിന്നെ ഉപ്പേരി, അതായത് ചിപ്സാണ്. പിന്നെ ഇത് ശർക്കര വരട്ടി, മാങ്ങ അച്ചാർ, ഇത് പുളിയിഞ്ചി, പിന്നെ പൈനാപ്പിൾ പച്ചടി, ഇത് കൂട്ടുകറി, കടല ഇട്ട കൂട്ട്, ഇത് അവിയൽ, ഇത് ക്യാബേജ് ആൻഡ് ക്യാരറ്റ് തോരൻ, പഴം, പപ്പടം ആൻഡ് ചോറ്. ഒഴിക്കാനായിട്ട് ഇവിടെ പരിപ്പല്ല, സാമ്പാർ ആൻഡ് പുളിശ്ശേരി. നല്ല തിക്ക് പുളിശ്ശേരി. ഇത് ഇന്നത്തെ സ്പെഷ്യൽ പായസം. ഇത് ഗോതമ്പ് പായസം. ഞാനിത് എവിടെ നിന്ന് തുടങ്ങണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. സാമ്പാർ എൻ്റെ ഫേവറേറ്റ് അല്ല, നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ കഴിക്കുന്ന ഒരാളല്ല, എങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാ. അടിപൊളി സാമ്പാർ, സൂപ്പർ. പുളിശ്ശേരി, പുളിശ്ശേരിക്കൊപ്പം അടിപൊളി പുളിയിഞ്ചി, മാങ്ങാച്ചാറ്, പൈനാപ്പിൾ പച്ചടി, ഗംഭീരം. വട, ഇത് നമ്മുടെ ട്രിവാൻഡ്രം സൈഡിൽ വടയിട്ട് കൂടെ. ഇത് എന്താ പറയുക, കടലയിട്ട് ഫുഡ് കറിയാണ്. ഏകദേശം ഇത് കോഴിക്കോട് സ്റ്റൈലാണെന്നാണ് പറഞ്ഞത് സദ്യ. അവിയൽ, അടിപൊളി, ഒന്നും പറയാനില്ല, ഗംഭീരം. ഞാൻ എന്താ പറയുക, സദ്യയുടെ കാര്യങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് അത് തുടക്കത്തിൽ അങ്ങനെ തന്നെ വേണം വിചാരിച്ചു. കാര്യം ഇനി നോൺ വെജിലേക്ക് കയറിയ പിന്നെ ഇതിൻ്റെ സ്വാദം അറിയാൻ പറ്റില്ല. സൂപ്പർ. ഇനി നമുക്ക് നോൺ വെജിലേക്ക് കിടക്കാം. മീൻ മാങ്ങാക്കറി, ഒരു പീസും കുറച്ച് ഗ്രേവി. ഓക്കെ, യെസ്, മതി. താങ്ക് യു. ഇനി ഇത് തവ, ഫിഷ് തവ. താങ്ക് യു. അതൊരു സ്റ്റാർട്ടറായിട്ടാണ്. ഇത് 2 സ്റ്റാർട്ടറാണ്, ബട്ട് ഞാനിപ്പോൾ എല്ലാം മിക്സാണ്. ഇന്ത്യനും തായ് എല്ലാം മിക്സ് ചെയ്താണ് കഴിക്കുന്നത്. നമ്മുടെ തായ് പ്രോൺസ് അവിടെ നിന്ന് തുടങ്ങാം. സ്റ്റാർട്ടറാണല്ലോ. ഓക്കെ, ഒരു രക്ഷയില്ല. എനിക്ക് ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റ്. ആൻഡ് ഗോയിങ് ടു ഈ നമ്മുടെ ഫിഷ്, സീ ബ്രിം ഫിഷാണിത്, വിത്ത് ലോട്ട് ഓഫ് മസാല. വാവ്, അതും അടിപൊളി, ഗംഭീരം. പിന്നെ ഒരു മണവാട്ടിയെ കൂടി കിട്ടും കേട്ടോ, മണവാട്ടിയുടെ ഒരു പീസ്. This is the Manavati chicken.
വെരി ടേസ്റ്റി, ഒന്നും പറയാനില്ല. സത്യം എല്ലാം ഭയങ്കര ടേസ്റ്റ്. ആ ഷെഫിൻ്റെ കൈപ്പുണ്യം ഞാൻ അപ്പത്തൊട്ട് പറയുന്നുണ്ടായിരുന്നു, കാണുമ്പോൾ അറിയാമല്ലോ. കഴിച്ചപ്പം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇത് നമ്മുടെ ഫിഷ് മാംഗോ കറി, അത് ഗ്രേവിയിൽ ഒഴിച്ചിട്ടുണ്ട്. സീബ്രീം ഫിഷ് കറക്റ്റ് പുളിയും എല്ലാം. ഞാൻ എങ്ങനെ കഴിച്ചു നോക്കുന്നതല്ലേക്ക് രക്ഷയില്ല, അത്ര ടേസ്റ്റ്. ഇവരുടെ സലാഡ് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ കൂടെ ഒരു മിസ്ഫിറ്റാണ് സലാഡ്, ബട്ട് സ്റ്റിൽ ഇതൊന്നും ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. മഴയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് ഫ്ലേവർ, എക്സലൻറ്റ്. ഇനി ഞാനിതൊക്കെ വിശാലമായിട്ടൊന്ന് കഴിച്ചു തീർക്കും. ഓക്കെ, എൻ്റെ മേക്കിംഗ് എല്ലാം കണ്ടു. ഈ ഐറ്റംസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, വീട്ടിൽ ചെയ്തിട്ട് ആ ടേസ്റ്റ് അറിയാം. ഞാനിപ്പോൾ ഡയറക്റ്റ് അറിഞ്ഞു, നിങ്ങൾ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ സന്തോഷം. ഇനി കഴിച്ചിട്ട് അറിഞ്ഞു. ഇവിടുത്തെ വിഭവങ്ങളൊന്നും തീരുന്നില്ല കേട്ടോ. ഇനിയും ഇഷ്ടം പോലെ ഐറ്റംസ് ഇത് ഓർഡേഴ്സ് വന്ന് അനുസരിച്ചിട്ട് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇത് പോത്തുംകാൽ, ഇത് ഇവിടുത്തെ വളരെ സ്പെഷ്യലാണ്, ഈ ബിഗ് ഷെഫ് എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റിൻ്റെ. പിന്നെ ഇത് മീൻ വറ്റിച്ചത്, അഗെയിൻ അനദർ സിഗ്നേച്ചർ തിങ്. ആൻഡ് ഇത് അവരുടെ ചട്ടി ചിക്കൻ കറി. പിന്നെ വേറെ ഒരു പൊള്ളിച്ചൊരു കാര്യം കൂടെ വരുന്നുണ്ട്. ഇത് ചിക്കൻ പൊള്ളിച്ചത് അല്ലേ, അതായത് ഒരു ഫുൾ കോഴിയാണോ അതോ പോർഷനാണോ? ഫുൾ കോഴി. പൊള്ളിച്ചത്, അത് നല്ല ചൂടായിട്ട് വാഴയിലയിൽ പൊതിഞ്ഞ് വരും. ഇതൊക്കെ ഇവിടുത്തെ സിഗ്നേച്ചർ ഐറ്റംസാണ്, ഭയങ്കര ഓഫറുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഓർഡേഴ്സ് അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് തന്നിരിക്കുവാണ് കേട്ടോ, നോക്കാനായിട്ട്. നമുക്ക് ഇനി കഴിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ഫുള്ളായി കഴിഞ്ഞു. അപ്പോൾ ഗംഭീര പരിപാടിയാണ്. അപ്പോൾ ബിഗ് ഷെഫ് എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റ് ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ എന്തായാലും, വളരെ പോപ്പുലറാണ് ഷാർജ ഈ സൈഡിൽ. ഏതാണ്ട് നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ലുലു ഉണ്ട് ഇവിടെ അടുത്ത, സ്പ്ലാഷിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും, ഖസാമിയ ഷാർജ. അപ്പോൾ വന്നിട്ടില്ലാത്തവർ വരിക. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിലും വരിക, മസ്റ്റ് ട്രൈ കേട്ടോ. വെരി നൈസ്, വളരെ നാടൻ ഫുഡ്, നാടൻ തനി നാടൻ. എനിക്ക് വലിയ സന്തോഷമായി എന്തായാലും ഇവിടെ വന്നിട്ട് നാടൻ ഫുഡ് കഴിക്കാൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ കഴിച്ച ഫിഷ് ഇത് കേട്ടോ. ഇതിവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഇതാണ് സീബ്രീം, അതിൻ്റെ ഫുൾ ഫോമിൽ കാണാം. അപ്പോൾ ഇവിടുന്ന് തന്നെ മീൻ സെലക്ട് ചെയ്യാം. ഇത് കാളാഞ്ചി ഉണ്ട് ഇവിടെ, സീബാസ്, ഇത് സീബ്രീം. ഇതൊക്കെ എടുത്തിട്ട് അതുപോലെ എന്ത് വേണം അത് പറയാം. പിന്നെ ഇവിടെ പലഹാരങ്ങളുടെ ഒരു കൗണ്ടർ സെപ്പറേറ്റ് ഉണ്ട്. നാടൻ പലഹാരങ്ങൾ, പൊരിച്ച പത്തിരി, ഉള്ളിവട, പിന്നെന്താ ഇത് ചട്ടിപ്പത്തിരി, പിന്നെ സമോസ, കേസരി, മുളക് ബജി, പഴംപൊരി, ഇല്ലാത്തൊന്നും ഇല്ല കേട്ടോ, എല്ലാ സാധനവും ഉണ്ട്. പിന്നെ ചൂട് ചായ, ഇത് സെപ്പറേറ്റ് കൗണ്ടർ തന്നെ ഉണ്ട് ഇവിടെ. പുറത്തുനിന്ന് ആൾക്കാർക്ക് അവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. കൊള്ളാം, അടിപൊളി. അങ്ങനെ ദ ബിഗ് ഷെഫ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ നമ്മൾ കയറിയ സമയം കണ്ടല്ലോ, ഇപ്പോൾ ഇറങ്ങിയ സമയം, ഇപ്പോൾ ഇവിടെ വൈകുന്നേരം, ഇവിടെ നേരത്തെ സൺസെറ്റാണ്, ഒരു 6 മണി ആകാറായി. ഓൾറെഡി സൺസെറ്റ് ചെയ്തു തോന്നുന്നു, പക്ഷേ ലൈറ്റ്സ് ഒക്കെ വന്നു, ഗംഭീരം. ഇത് വേറൊരു മൂഡാണ് കേട്ടോ, വെരി നൈസ്. അപ്പോൾ എന്തായാലും വിശേഷങ്ങൾ തീരുന്നില്ല, ഷാർജ വിശേഷങ്ങൾ. ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ